ഇത് വെളുപ്പാങ്കാലം 4 മണി സമയമാണ്. എന്നെ യാത്രയാക്കാൻ വേണ്ടി പാവം എന്റെ അമ്മക്കുട്ടി എഴുന്നേറ്റിരിക്കും. എല്ലാ ദിവസവും ജനശതാബ്ദിക്ക് പോകുമ്പോൾ ദിവസം കളയണ്ടല്ലോ എന്ന് കരുതി ഇന്ന് ഇന്റർസിറ്റിക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പാവം അമ്മ അതിലും നേരത്തെ എഴുന്നേറ്റതാണ്. ഉച്ചത്തേക്കുള്ള ചോറും കൂർക്ക മെഴുക്കുവരട്ടിയും വറുത്ത മീനും ചെമ്മീൻ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ആയിരിക്കും. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ എനിക്ക് ഒരു അടിപൊളി കട്ടനും കൂടി ഇട്ട് തന്നു. ഞാൻ ഈ ട്രെയിനിന് പോകുന്ന ദിവസം ചേട്ടായിയാണ് എന്നെ വൈക്കത്തുകൊണ്ട് ആക്കാറുള്ളത്. അമ്മ ഓടിപ്പോയി ഹെൽമെറ്റ് ഒക്കെ എടുത്തുകൊണ്ട് തന്നു. സത്യം പറഞ്ഞ രാവിലത്തെ ബസ്സിന് പോലെ എനിക്ക് തീരെ വയ്യായിരുന്നു. പനിയും വയറുവേനയും എല്ലാം കൂടി ആയപ്പോഴേക്കും ഞാൻ ആകെ ടയർഡായിരുന്നു. എന്നെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് ആക്കുവോ ചേട്ടായി എന്നൊക്കെ 2 ദിവസം മുമ്പ് മുതൽ ചോദിക്കാറുണ്ടെങ്കിലും ഞാൻ ബസ്സിന് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു ബസ്സിന് പോകുന്നത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം ട്രെയിൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാനേ പറ്റില്ല. വൈകി എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടായി വഴി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ ഞാൻ അവിടെ കൊണ്ടാക്കാം. ആ ബസ്സിൽ കയറിപ്പോയി ട്രെയിൻ പിടിക്കുന്നത് ഞാണിമേക്കളി ആയതുകൊണ്ട് തന്നെ ചേട്ടായി അത് പറഞ്ഞപ്പോൾ എനിക്ക് പാതി സമാധാനമായി. വളരെ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. വിൻഡോ സീറ്റ് അല്ലെങ്കിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് സമാധാനം. കുറെ നേരം ഇരുന്ന കാഴ്ചകൾ കണ്ടും ഉറങ്ങിയൊക്കെ സമയം കളഞ്ഞു. അങ്ങനെ ഫൈനലി ഞാൻ കോഴിക്കോട് എത്തി.